വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്ന് നമ്മളുടെ എക്സ്പൾസിൻ്റെ ഒരു മോഡിഫിക്കേഷൻ വീഡിയോയാണ്. മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ മോഡിഫിക്കേഷൻ ഒന്നുമല്ല. നമ്മൾ യൂണിയുടെ ഒരു എയർ ഫിൽറ്റർ മേടിച്ചിട്ടുണ്ട്. ഈ എയർ ഫിൽറ്റർ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നൊരു വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ട് കാണുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1200 രൂപ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റിക്കറും കാര്യമൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു Xpulse 200 4 തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ഇത് അത്യാവശ്യം നൈസ് യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണെന്ന്. BMCയുടെയും ക്യാനനിൻ്റെ എയർ ഫിൽറ്ററിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട്, 3000 രൂപ പ്ലസ് ഉണ്ട്. സംഭവം അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. പിന്നെ അവൻ യൂസ് ചെയ്തിട്ട് വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും അത്യാവശ്യം നല്ല സാധനമാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. കൊള്ളത്തില്ലെങ്കിൽ ഞാൻ അഴിച്ചെൻ്റെ ബുള്ളറ്റിൽ വെക്കും. ഇതിന് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അഴിച്ചതിൻ്റെ ബുള്ളറ്റിൽ വെക്കും. അത് കാർബറേറ്റർ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യം ഈ സീറ്റ് ഈ സൈഡ് ബോക്സ് അഴിക്കണം. ഈ സൈഡ് ബോക്സിൻ്റെ അകത്താണ് എയർ ഫിൽറ്റർ അഴിക്കുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പറഞ്ഞാണ്. അപ്പോൾ സൈഡ് ബോക്സ് അഴിച്ചിട്ട് നോക്കുക. ഇവിടെ ഒരു 8 സ്ക്രൂ ഉണ്ട്. ഈ 8 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാം. അപ്പോൾ ഈ 8 സ്ക്രൂ നമുക്ക് എന്തായാലും അഴിച്ചെടുക്കാം. നമ്മളങ്ങനെ എയർ ഫിൽറ്റർ ബോക്സിൻ്റെ കവറ് തുറന്നെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ ഫുള്ള് ചെളിയാണ്. ഓഫ് റോഡ് അടിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെളിയാണ്. അപ്പം ഇതാണ് നമ്മളുടെ എയർ ഫിൽറ്ററിൻ്റെ ഒരു അവസ്ഥ. ഏകദേശം 10800 സംതിങ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. നല്ല പൊടിയുണ്ട് ഇതിൽ. തട്ട് കാണിക്കാം, അത്യാവശ്യം നല്ല പൊടിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും എയർ ഫിൽറ്റർ ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് ചെറിയൊരു പൈപ്പിൻ്റെ ആവശ്യം വരും. കാര്യം ഇതിൻ്റെ അകത്ത് ഈ പൈപ്പ് കയറ്റി വെച്ചെങ്കിൽ മാത്രമേ എയർ ഫിൽറ്ററുമായിട്ട്, അതായത് യൂണിയൻ്റെ എയർ ഫിൽറ്ററുമായിട്ട് നമുക്കിത് ഈസി ആയിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു പൈപ്പ് എടുത്തിട്ട് വരാം. നമുക്ക് ഈ ഒരു പീസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ സാധനം ഈസി ആയിട്ട് ഇത് ഷൂട്ടായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ അത് നമ്മളങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ ഒരു പീസ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വെക്കണം. ചെറുതായിട്ട് ഈ ഒരു മൗത്ത് ഹീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ഇതിൽ തന്നെ കയറി ഇരിക്കും. ഇച്ചിരി ടൈറ്റായിട്ടിരിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു വലിയ പീസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയും കയറി കഴിയുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ഒരു ലെവലിരിക്കും. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളങ്ങനെ കുറച്ചേറെ നേരത്തെ പ്ലംബിങ് പണിക്ക് ശേഷം സാധനം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം സിമ്പിളായിരുന്നു എന്ന് വിചാരിച്ചെങ്കിലും കുറച്ചേറെ കഷ്ടപ്പെട്ടു. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു കപ്ലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് ടൈം എടുത്തു. ഈ സാധനം ഡയറക്റ്റ് മേടിക്കാൻ കിട്ടും. അതിൻ്റെ ഇടയിൽ കുറച്ച് ജോയിൻ്റൊക്കെ ഇട്ട് ആ ജോയിൻ്റെല്ലാം ഒട്ടിച്ച് വൃത്തിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാധനം വേണമെങ്കിൽ ബ്ലാക്ക് അടിക്കാം. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ പെയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് അടിക്കുന്നില്ല. സംഭവം എൻ്റെ ചിലപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ആണ് കിട്ടില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സാധനം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ ഈ സൈഡ് ബോക്സ് വെക്കുകയും കൂടെ ചെയ്യാം. ഈ സൈഡ് ബോക്സ് വെക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് സൈഡ് ബോക്സ് ഈസി ആയിട്ട് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വെളിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സൈഡ് ബോക്സ് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് അവർക്ക് വരുന്നത്. സംഭവം കൊള്ളാം. എൻ്റെ ഇരിക്കുന്നതാണോ രസമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കവർ വെക്കുന്നില്ല തൽക്കാലത്തേക്ക്. കാര്യം എങ്ങനെ ഉണ്ടെന്നുള്ള പെർഫോമൻസ് നോക്കാം. ഇപ്പോൾ നിങ്ങൾ നല്ലതായിട്ട് ഓഫ് റോഡ് അടിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ വാട്ടർ ക്രോസിംഗ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ കവർ എന്തായാലും വെക്കണമില്ല. അതിൻ്റെ മൊത്തം വെള്ളം കയറിപ്പോവും. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഈ ഒരു മഴയെ തോടിക്കേണ്ടതാണ് വന്നാലോ എന്ന് വിചാരിച്ച് ഈ ഒരു ജോയിൻ്റ് എല്ലാം നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ പൈപ്പ് ഒട്ടിക്കുന്ന സാധനം ഇട്ടൊട്ടിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം സംഭവം ഇരിക്കുന്നതൊക്കെ കൊള്ളാം. നമുക്ക് എന്തായാലും ജസ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. വലിയ വ്യത്യാസമില്ലെങ്കിലും ചെറിയൊരു ഇനീഷ്യലും അതേപോലെ തന്നെ എൻജിൻ ഇച്ചിരി ഫ്രീ ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നോട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഫിക്സ് ചെയ്ത ദിവസം ഞാൻ ഇതിൻ്റെ ബോക്സ് എയർ ഫിൽറ്റർ ബോക്സിൻ്റെ ക്യാപ്പ് ഓപ്പൺ ആക്കിയായിരുന്നു വെച്ചിരുന്നത്, നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ. പക്ഷേ ഞാൻ ക്യാപ്പ് ക്ലോസ് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിലൊരു ഇൻടേക്ക് ഉണ്ട്. ആ ഇൻടേക്കാണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ ക്യാപ്പ് ക്ലോസ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവർ സൗണ്ടായിരുന്നു. പിന്നെ ഇതിനിപ്പോൾ സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടില്ലേ, ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അത് ഒരു ചെറിയ RPM വരെ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേ അത് പോകും. അത് എനിക്ക് വലിയ താല്പര്യമില്ല. എന്നാലും അതും കൂടെ ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് പവർ ഉള്ളതുകൊണ്ട് ഫീൽ ചെയ്യുന്നില്ല. അതായത് സ്റ്റോക്ക് പവർ ഔട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിത് മാറ്റി മറിച്ചും വെച്ചൊക്കെ മേടിച്ച് നോക്കി, കുറേ രീതിയിൽ ട്രൈ ചെയ്ത്. അപ്പം ആണ് മനസ്സിലായത് ഈ മണ്ടയ്ക്കകത്ത് ഇത് ഓപ്പൺ ചെയ്ത് വെക്കാം.
കുഴപ്പമില്ല, അതൊരു വ്യത്യാസം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ബൈക്ക് റിലേറ്റഡ് കണ്ടൻറ്റ്സ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും പുതിയൊരു വണ്ടിയും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.